ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസിൽ ലൈക്ക് ചെയ്യുക വീഡിയോസിനെ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മന്ത്ലി ജാനുവരി മെസ്സേജസിന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി ജാനുവരിക്ക് വേണ്ടിയിട്ട്, ഓവറോൾ ജാനുവരി എനർജി നിങ്ങളുടെ ജസ്റ്റിസ്, പാസ്റ്റ് എനർജിയിൽ 10 ഓഫ് പെൻറ്റിക്കിൾസ്, കറണ്ട് ജാനുവരി എനർജി നിങ്ങളുടെ ലവേഴ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 6 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എംപ്രസ്, നിങ്ങളുടെ അഡ്വൈസ് നൈറ്റ് ഓഫ് കപ്സ്, ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാങ്ഡ് മാൻ, നിങ്ങളുടെ ഏറ്റവും വലിയ ഔട്ട്കം, നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി ജസ്റ്റിസ് ആണ്. ഈ മാസം ഞാൻ കാണുന്നത് എന്തോ ഒരു ഫെയർനെസ്, ബാലൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്നുവെച്ചാൽ ജസ്റ്റിസ് ഒരു കാർമിക് ജസ്റ്റിസ് കൂടി ആണ്. ഇതിൻ്റെ മുമ്പ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പോൾ കർമ്മ നിങ്ങൾക്ക് എല്ലാം ശരിയാക്കി തരുന്നുണ്ട്, പറഞ്ഞ ഒരു ബാലൻസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇത് മാരേജിന്റെ എനർജി ആവാം, ഡിവോഴ്സിന്റെ എനർജിയും ആവാം. അപ്പോൾ എന്താണ് ഇത് നമ്മൾക്ക് നോക്കാം. ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. അപ്പോൾ എന്താണ് ഈ ജസ്റ്റിസിന്റെ എനർജി ഇവിടെ കാണുന്നത്? ഫൂൾ ആൻഡ് ഇവിടെ 9 ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. നിങ്ങൾക്ക് പക്ഷെ എന്തോ ഒരു പേടി, ഈ പുതിയ ബിഗിനിങ്ങിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാത്ത ഒരു പേടിയാണത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ മാതിരി ആക്ച്വലി യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് ആണ്, യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ആണ്, കാർമിക് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഒരു ഡിവൈൻ ഡെസ്റ്റിൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ എവിടെയോ നിങ്ങൾ മുമ്പും ഹേർട്ട് ആയിരിക്കണോ ലൈഫിൽ, മുമ്പും നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആയിരിക്കണം. അപ്പോൾ ഇത് വരുമ്പോൾ കുറച്ചൊരു പേടിയുണ്ട് മനസ്സിൽ, അത് ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലയെന്ന്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ലവ് ലൈഫിന്റെ കാര്യത്തിലായിരിക്കാം, കരിയറിന്റെ കാര്യത്തിലായിരിക്കാം, ജനറൽ ഒരു ലീഗൽ സിറ്റുവേഷൻ ആയിരിക്കാം. ലീഗൽ സിറ്റുവേഷൻ ആണ് വെച്ചാൽ അതിൻ്റെയും ഒരു കൺക്ലൂഷൻ ഈ മാസം ഇല്ല വെച്ചാൽ നെക്സ്റ്റ് മന്തിൽ കാണും. ആൻഡ് ഇല്ല വെച്ചാൽ വേഗം ഉണ്ടാവും, കൺക്ലൂഷൻ വേഗം വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഒരു പുതിയ ബിഗിനിങ്, അതിൻ്റെ കാരണം ഒരു പുതിയ സ്റ്റാർട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് സ്റ്റെബിലിറ്റി, അബണ്ടൻസിന്റെ എനർജിയാണ്. കുറെ പൈസ ഒരുമിച്ച് വരണ എനർജിയാണ്, ഫാമിലിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരിഡ് ആയിരുന്നു വെച്ചാൽ ഞാനൊരു ഇംബാലൻസ് ആണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഹൈ പ്രീസ്റ്റസ്, എന്തോ ഒരു സീക്രട്ട് പുറത്ത് വന്ന എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് ഓറൽസ് നിങ്ങളുടെ മാരേജിനെ കുറിച്ച് എന്തോ ഒരു സീക്രട്ടിൽ എന്തോ അറിയാത്ത കാര്യം പുറത്ത് വന്നിരിക്കണു. അതിൻ്റെ കാരണം എന്തോ പാസ്റ്റിൽ ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. പാസ്റ്റ് പറഞ്ഞാൽ ഇത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കണ്ട വെച്ചാലും അത് വാലിഡ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ടാരോയില് സമയം പറഞ്ഞ ഒരു സ്റ്റേബിൾ അല്ല. ടാരോയില് എനർജി ഫ്ലൂയിഡ് ആയതുകൊണ്ട് ആൻഡ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് സമയം കൃത്യമായി പറയാൻ പറ്റില്ല. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം മിക്സപ്പും ആവാം. പക്ഷെ എന്തായാലും ഇത് നിങ്ങളുടെ ലൈഫിൽ നടന്നില്ല വെച്ചാൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ അത് വരാൻ പോണ എനർജി ആവാം. പക്ഷെ ഓൾറെഡി നടന്നു കഴിഞ്ഞു വെച്ചാൽ അതും ഇത് നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് എടുക്കാം. ഓക്കെ, ലവേഴ്സ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി, ജെമിനി എനർജിയാണ് ഇത്. ഇതൊരു സോൾമേറ്റ് കണക്ഷന്റെ എനർജിയാണ്. അപ്പൊ എന്താണ് ഈ എനർജി ഇവിടെ?
ലവേഴ്സിന്റെ 6 of Wands, 4 of Swords. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് ഒരു സെപ്പറേഷൻ ആണ്. നിങ്ങളും ഏതോ ഒരു പേഴ്സന്റെ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് സമയം സെപ്പറേറ്റ് ആയി കുറച്ച് ഹീലിംഗിലായിരുന്നു ഫോക്കസ് ചെയ്യേണ്ടത്. ഇതൊരു ഫിസിക്കൽ സെപ്പറേഷനും ആവാം. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ എന്തോ ഒരു സിറ്റുവേഷൻ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ഫീല് കിട്ടണം ഇവിടെ. ഫ്യൂച്ചറിൽ 6 of Pentacles ആണ്. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു ഇംബാലൻസ് ആദ്യം ഞാൻ കാണുന്നുണ്ട്. എന്താണ് ഈ ഇംബാലൻസ് ഉള്ളത്? Queen of Pentacles. അപ്പോ ഇംബാലൻസിന്റെ കാരണം എന്താ വെച്ചാ ഇപ്പോ ഇതിന്റെ മുമ്പേ നിങ്ങളായിരുന്നു എല്ലാം എഫേർട്ട് ഇടുണ്ടായിരുന്നെ റിലേഷൻഷിപ്പില്, കരിയറിൽ. ഇപ്പോ എന്താ വെച്ചാ കാര്യം ഇപ്പോ തിരിച്ചായി പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആയിരുന്നു വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് അവരാണ് ഇപ്പൊ എല്ലാം എനർജിയും എഫേർട്ട് ഇടണേ. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ചൊരു സ്റ്റെപ്പ് ബാക്ക് എടുക്കണ എനർജി കാണാണ്ട് പറഞ്ഞാൽ നിങ്ങൾ അത്ര എഫേർട്ട് മുമ്പത്തെ മാതിരി ഇടുന്നില്ല. അപ്പൊ അതിന്റെ കാരണം ഒരു അൺസ്റ്റേബിൾ എനർജി ഇവിടെ കാണാണ്ട്. ഈ റിലേഷൻഷിപ്പില് ഇതൊരു ജോലിയുടെ കാര്യമാണ് വെച്ചാൽ എന്തോ ഒരു ജോലി കരിയറിൽ ഞാൻ നിങ്ങള് ഒരു ബ്രേക്ക് പറഞ്ഞ ഒരു വെക്കേഷനിൽ പോയിണ്ടാവും, ഇല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിണ്ടാവും. ഇപ്പോ നിങ്ങൾക്ക് പറഞ്ഞ മുമ്പേ നിങ്ങൾ എല്ലാം എഫേർട്ട് ഇട്ട റിവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആൻഡ് അതുമാത്രമല്ല നിങ്ങൾ കുറച്ചൊരു സേവിങ് എനർജിയിലുമാണ്. നിങ്ങൾ പൈസ സേവ് ചെയ്യാനാണ് ഇപ്പൊ നോക്കണത്. ഓക്കെ, അപ്പോൾ ആൻഡ് നിങ്ങൾ മുമ്പത്തെ മാതിരി അത്ര എഫേർട്ടും ഇടാൻ നിങ്ങൾ അത്ര എഫേർട്ടും ഇടുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾ ഒരു കംഫർട്ടബിൾ പ്ലേസിലാണ്. ഓക്കെ, ഫ്യൂച്ചറിൽ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എംപ്രസ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മദറുടെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ബ്രേക്ക് എടുത്ത കാരണം ഹെൽത്ത് റീസൺസ് ആയിരിക്കാം. നിങ്ങളുടെ കുട്ടികളുടെ ഹെൽത്ത് ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഹെൽത്ത്, അതല്ല വെച്ചാൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ കാരണം ഹെൽത്ത് റീസൺസിന് വേണ്ടിയിട്ട് റെസ്റ്റിന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്തുണ്ടാവും. ഇപ്പൊ 3 of Pentacles ഉണ്ട്, അവിടെ 3 of Cupsഉം ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ ഒരു മദർലി ഫിഗർ ആണ്. ഓക്കെ, ഇത് ജോബിലും ആയിരിക്കാം, ഇല്ലച്ചാ മേ ബി ഫാമിലി ലൈഫിലായിരിക്കാം. പക്ഷെ ഈ പേഴ്സന്റെ കൂടിയും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാവാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ വൈഫ് ആവാം. ഓക്കെ, എന്തായാലും ഇവിടെ ഞാൻ എന്തോ ഒരു ചാലഞ്ചിങ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് ഈ പേഴ്സന്റെ കൂടെ. ചിലവർക്ക് ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് വെച്ചാൽ ഇവിടെ ഒരു ബൈപോലാർ എനർജി കാണാണ്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ എന്താ പറയണ വെച്ചാൽ അവർ ചെയ്യണത് വേറെ എന്തോ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡുവാലിറ്റി മാതിരി ഒരു എനർജി ഇവിടെ കാണാണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ആവണ ജാനുവരിയിൽ. ഇപ്പൊ നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ ആണ് അഡ്വൈസ്. നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളോട് യൂണിവേഴ്സ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എനർജി വെക്കാനാണ് പറയണത് ഈ മാസം. ഇത് റൊമാൻസിന്റെ എനർജിയാണ്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്. ഇൻഫാക്ട് 2 പുതിയ ബിഗിനിങ്സ് ഉണ്ട്. ഒരു ക്ലാരിറ്റിയുടെ എനർജി ഉണ്ട്, ഒരു പുതിയ ഓഫറുടെ എനർജി ഉണ്ട്, ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷന് പുറത്തു വരണ എനർജി ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് കൊണ്ടുവരണേ. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ യൂണിവേഴ്സ് തരുന്നുണ്ട്. ആൻഡ് ഈ സൊല്യൂഷന്റെ ഡിറക്ഷനിലേക്കാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ. എന്നുവെച്ചാൽ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ വരണ ഈവൻറ്റ്സ്, സിറ്റുവേഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ശരിയായ സമയത്താണ് വരിക. അപ്പോൾ അത് വരണ സമയത്ത് അത് ട്രസ്റ്റ് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ പൈസീസ് എനർജി. ഹാങ്ഡ് മാൻ ഒരു പോസ്, സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഇത് ഹീലിംഗിൻ്റെ എനർജിയാണ്. അപ്പോൾ ഹെൽത്ത് വൈസ് കുറച്ച് സൂക്ഷിക്കണം ഈ മാസം. ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ, ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് 5 of Cups. അപ്പോൾ ആരും ഇവിടെ റിഗ്രറ്റ് ചെയ്ത് തിരിച്ചു വരണ എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ കുറെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഔട്ട്കം ആണ് 5 of Pentacles. അപ്പോൾ ഔട്ട്കമിൽ ഞാനൊരു ലാക്ക് ആണ് കാണുന്നത്. ഒരു ഫിനാൻഷ്യൽ ലാക്ക് ആവാം, ഇല്ലച്ച ഒരു
നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ മാസം പറഞ്ഞ കുറച്ചൊരു കോൺഫിഡൻസിന്റെ കുറവായിരിക്കാം, സെൽഫ് കോൺഫിഡൻസിന്റെ കുറവായിരിക്കാം. ഏസ് ഓഫ് വോൺസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വന്നിട്ടും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ല ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഞാൻ കാണുന്നത് കുറെ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്, ഒരു പവർഫുൾ എനർജിയാണ് ജാനുവരിയിൽ നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയുമാണ്. അപ്പോൾ എന്തോ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരേണ്ട നിങ്ങളുടെ ലൈഫിൽ. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ കുറേ ഫിനാൻഷ്യലി ബെനിഫിഷ്യൽ ആവും. അതുമാത്രമല്ല ഇമോഷണലി കൂടിയും നല്ല ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ധൈര്യം വേണം, ആക്സെപ്റ്റ് ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് വേണം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ്? ഇവിടെ കാണുന്ന സൈൻ അക്വേറിയസ്, ലീബ്ര, ഏരീസ്, പൈസീസ് ഉണ്ട്. അതാണ് മേജർ സൈൻസ്. ജെമിനായി ഉണ്ട്. ഓക്കെ, പൈസീസ് പറഞ്ഞു ഞാൻ. അപ്പൊ നിങ്ങളുടെ ഇവിടെ മെസ്സേജ് എന്താ വെച്ചാൽ ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ ആണ്. സാജിറ്റേറിയസ്, ഫുൾ മൂൺ ആൻഡ് സാജിറ്റേറിയസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു. റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണലായി റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.